നമ്മൾ ഇന്നലെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. അത് അങ്ങനെ അല്ലായിരുന്നു ഉണ്ടാക്കേണ്ടത്, എന്നാലും ഞാൻ ആക്കിയതിപ്പോൾ വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, എന്നോട് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ എന്ന് വെച്ച് മൾട്ടിപ്ലെയർ കളിക്കുന്നവനാണ് പറഞ്ഞത്. ഓക്കെ, അവൻ പറഞ്ഞത് ഇങ്ങനെ അല്ലായിരുന്നു ആക്കേണ്ടതെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. എന്നാലും ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, നല്ല എഫിഷ്യൻ്റായിട്ട് സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റോണിൽ കോബിൾ സ്റ്റോൺ കിട്ടുന്നുണ്ട്. പക്ഷേ അയൺ എടുത്തിട്ട് നമുക്ക് 16 ഇത് ക്രാഫ്റ്റ് ചെയ്യാം. ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ലാവ എടുക്കണം, ഒരു റൂയിൻ്റെ പോർട്ടൽ ഉണ്ടാക്കണം, ഒരു ചെറിയ ഫുഡ് ഫാം ഉണ്ടാക്കണം. ആ ഗയൻകോളം എങ്ങനെയാണ് തട്ടണോ ഇപ്പോഴേ തട്ടണ്ട, ഒരു മിനിറ്റ്. അങ്ങനെ 16 കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബക്കറ്റും കാര്യങ്ങളൊക്കെ. അതിന് മൂവി അപ്പോൾ ഗൈസ് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് വരാം അല്ലേ, എന്നിട്ട് അയൻകോളത്തിന് തട്ടാം. അപ്പോൾ ഗൈസ് ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പോൺ ആയെന്ന് അറിയില്ല. അത് 2 സ്പോൺ ആകുമ്പോഴാണ് ഈ അയൻകോളം ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. ചിലർക്ക് 2 ഗോളങ്ങൾ സ്പോൺ ആവലുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിത് ഈ കേവിലോട്ട് വന്നിട്ടുണ്ട്. ഇനി കേവിൽ നിന്ന് നമുക്ക് ലാവ കളക്ട് ചെയ്യാം. ഓക്കെ, 16 ബക്കറ്റ് ഉണ്ടാക്കി അതിനാണ് സ്പീഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചറ പറ ലാവ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതേപോലെ കളക്ട് ചെയ്യാം. എന്നിട്ട് നേരെ മീത്തോട്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഇവിടെ മോബ്സൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മോബ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. കയ്യിൽ അതിനാണ് ബ്ലോക്ക് എടുത്തത് കേട്ടോ. ടോർച്ചൊക്കെ വെച്ച് ലൈറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ബ്ലോക്ക് തന്നെ ടോർച്ച് വെച്ച് നമുക്ക് മീത്തോട്ട് ഇനി ബ്ലോക്ക് വെച്ച് ബ്രിഡ്ജ് ചെയ്ത് ഇതോട്ട് പോകാം. ഇതാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലോക്കും കൂടി വെച്ചാൽ റെഡിയാണ്. ഓക്കെ, ഇത് നമ്മളന്ന് എന്തോ ലാഭ എടുക്കാൻ വേണ്ടി വന്നതെന്ന് മറ്റേ ഇതിൻ്റെ ഇന്നലെ ആയിരുന്നു നമ്മൾ ഇതെടുക്കാൻ വേണ്ടി വന്നത്. ആ വീഡിയോ എടുത്ത് ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അന്നെന്ന് പറഞ്ഞ് ചിലപ്പം 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മീത്തോട്ട് പോയിട്ട് ഒരു റൂയിൻ്റെ പോർട്ടൽ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇതേപോലെ സെറ്റാക്കിയിട്ട് നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ തന്നെയാണ് ഗൈസ് ഇടുകയും ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് റൂയിൻ്റെ പോർട്ടൽ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്നും ചെയ്യാറ് ഉള്ള പോലെ തന്നെയാണ് ഗൈസ് ചെയ്യാറ്. ഓക്കെ, നമുക്ക് ഈ ഫുൾ ഒഴിച്ചിട്ട് ഇവിടെ സൈഡിലായിട്ട് കുറച്ച് വാട്ടർ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു മിനിറ്റ് കുറച്ച് വെള്ളം എടുത്തതിൻ്റെ ആ സൈഡിലേക്കും അത് ഒബ്സിഡിയനായി മാറും. ഇതുപോലെയാണ് നമ്മൾ എന്നും ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല, ഇത് കെട്ടി കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഒരു റൂയിൻ്റെ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലൈറ്റപ്പ് ചെയ്തിട്ട് ലൈറ്റ് ചെയ്യണം. അപ്പോൾ ഓണാക്കണം റൂയിൻ്റെ പോർട്ടൽ. അത് ഇന്നും ഓണാക്കുന്നില്ല, അടുത്ത വരുന്ന എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഓണാക്കുന്നതായിരിക്കും ഗൈസ്. ഒരു ലാവ ബക്കറ്റ് എൻ്റെ മിസ്സായി ഗൈസ്. ഇത് അറിയാതെ ഞാൻ ഇവിടെ ഒഴിച്ചു, അതിൻ്റെ പൊക്കത്ത് വെള്ളം ഒഴിച്ചു ഗൈസ്. അങ്ങനെ ഇവിടെ ജസ്റ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട്. ഈ സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ട് ആ റൂയിൻ്റെ പോർട്ടലിൻ്റെ ഗ്യാപ്പിൽ വെക്കാം. ഈ സൈഡിലായിട്ട് കാണുന്നില്ല, അവിടെ ആയിട്ട് വെക്കാം നമുക്ക്. ബാക്കി 3 ലാവ ബക്കറ്റും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട് ഗൈസ്. 16 ബക്കറ്റൊന്നും ആക്കണ്ട, എന്നാലും നമ്മുടെ റിച്ചല്ല, നമ്മുടെ കുറേ അയണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 16 ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്ത നമുക്കൊരു ഫുഡ് ഫാം ഉണ്ടാക്കണം. ഇത് വച്ചിട്ട് പൊട്ടറ്റോ ആ വില്ലേജിൽ പോയിട്ട് കൊണ്ടുവരണം ഗൈസ്. ഓക്കെ, ഞാൻ ആ പൊട്ടറ്റോ ഒക്കെ കൊണ്ടുവന്നിട്ട് കാണാം. ഈ ബക്കറ്റൊക്കെ അവിടെ ചെസ്റ്റിൽ കൊണ്ടുവച്ചിട്ട് പൊട്ടറ്റോ കൊണ്ടുവന്നിട്ട് കാണാം ഗൈസ്. എൻ്റെ ചെസ്റ്റിൽ തന്നെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു. 30 പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ എൻ്റെ ചെസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. വില്ലേജിലോട്ട് പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഇതുണ്ടാക്കാം. എൻ്റെ ക്യാരറ്റ് മൊത്തം തീർന്നു ഗൈസ്. മറ്റേ വില്ലേജേഴ്സിന് കൊടുത്തിട്ടാണ് തീർന്നത്. ആ ബ്രീഡർ അയൺ ഫാം ആക്കുമ്പോൾ തീർന്നതാണ് ഗൈസ്. ഒരു ഇതെങ്കിലും വെക്കണമായിരുന്നു, മറ്റേ സംഭവം ക്യാരറ്റ് വെക്കണമായിരുന്നു ഗൈസ്. പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ആയിരുന്നു എൻ്റെ തീർന്നത്. പൊട്ടറ്റോ 30 ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കാം, ഒരു ചെറിയൊരു ഇതുണ്ടാക്കാം. പൊട്ടറ്റോ കൊടുത്താലും മതിയെന്ന് തോന്നുന്നു. അടുത്ത നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനുള്ള വില്ലേജസിനെ ഇതാക്കാൻ. പിന്നെ നമുക്ക് ഫുഡും ഇല്ല, അതുകൊണ്ടാണ് ഒരു പൊട്ടറ്റോ ഫാം ചെറുതായിട്ടാണ് ഗൈസ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഇതുണ്ടാക്കി, പൊട്ടറ്റോൻ്റെ ഒരു ഫാം ഉണ്ടാക്കി, ചെറുതായിട്ട് ഒരു റൂയിൻ്റെ പോർട്ടലും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. മാക്സിമം വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും ബെസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് ഞാൻ പോസ്റ്റ് ഇടുന്നതായിരിക്കും യൂട്യൂബിൽ. അപ്പോൾ ഗൈസ് ഇന്നലെ ഇട്ട വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.